കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായിട്ട് ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ എന്താണ് ജഡത്തിൽ ജനിച്ചത്? അപ്പൊ ഈ ജഡം ആരായിരിക്കും ജഡം? മനുഷ്യരെങ്ങനെ ജഡമായത്? അപ്പം ഈ ജഡം എന്ന് പറഞ്ഞാൽ ആദം ജഡമായിട്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ സാറേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനുള്ളവനായിട്ടിരിക്കും അല്ലേ, ഞാൻ ഇതങ്ങ് മരിച്ചെന്ന് കൂട്ടിക്കും. നാളെ ഇപ്പൊ സാർ എന്റെ ബോഡി കാണാൻ അങ്ങോട്ട് വരിക. അപ്പൊ സാർ അവിടുത്തെ വരുന്നവരോട് ചോദിക്കുന്നത് വിജയനെ എപ്പോ കൊണ്ടുവന്ന് ചോദിക്കുമോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മാന്യമായിട്ട് അല്ലെങ്കിൽ ചോദിക്കും ഷാബു അങ്ങനെയാണ് നമ്മൾ പറയില്ലേ, പണ്ടങ്ങനെ ഷാബു എപ്പോഴാ നോക്കി ഒരു മനുഷ്യന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ മനുഷ്യന്റെ ജീവൻ എന്നിരുന്ന് പോയി കഴിഞ്ഞാൽ മനുഷ്യരായിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശവമായിട്ട് തീർന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ജീവൻ ഒരുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ അവനെന്താ? ശവമല്ലേ? ഈ ജഡം എന്ന് പറഞ്ഞാൽ ശവം എന്നല്ലോ. അപ്പൊ ദൈവത്തിന് മുമ്പിൽ ശവമായിട്ട് തീർന്ന, മനസ്സിലാകുന്നുണ്ടോ? ജഡമായിട്ട് തീർന്ന. എന്തുകൊണ്ട്? പാപം ചെയ്ത നാളിൽ ആത്മാവിലുള്ള വിശുദ്ധിയിൽ മരിച്ചുപോയ ഇവന് ദൈവത്തിന് മുമ്പിൽ എന്താണ്? ദൈവത്തിന്റെ ജീവൻ ഇല്ലാത്തവൻ ദൈവത്തിന് മുമ്പിൽ ജഡമാണ്. മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടവൻ മനുഷ്യന്റെ മുമ്പിൽ ജഡമാണ്, ചത്തുപോയി എന്നുവെച്ചാൽ ജീവൻ പോയി. കർത്താവിന്റെ ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ ചത്തുപോയി എന്ന് വെച്ചാൽ ദൈവജീവൻ ഇല്ലാതെയായിട്ട്. ഇനി മനുഷ്യന്റെ ജീവനേ ഉള്ളൂ, അത് നശിച്ചു പോകും. നിത്യമായിരിക്കുന്ന ജീവൻ ദൈവത്തിന്റെ, ആ ജീവനിൽ നമ്മൾ നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ ഈ ആദമിൽ ജനിച്ചവരെല്ലാം ജഡമാകുന്നു. അതാ ജഡത്തിൽ ജനിച്ചതെല്ലാം, എന്നാൽ ജീവനില്ലാത്തതിന് ജനിച്ചതെല്ലാം ജീവനില്ലാത്തത്. ജീവനില്ലാത്തതിന് ജീവൻ ഉണ്ടാകുമോ? ജീവനില്ലാത്ത ഒരു വസ്തുവിൽ ജീവൻ ഉണ്ടാകുമോ? ഇപ്പൊ ഞാൻ മരിച്ചു പോയാൽ എനിക്കൊരു കുഞ്ഞു ജനിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ജീവനുള്ളവരിൽ നിന്ന് മാത്രമേ ജീവൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദമിൽ നഷ്ടപ്പെട്ടു പോയ ജീവനായതുകൊണ്ട്, ജീവൻ ആദമിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ദൈവം അവനെ ജഡമെന്ന് പേരിട്ടു. അവരിൽ നിന്ന് ജനിച്ചവർക്ക് ആർക്കും എന്തില്ല? അപ്പൊ നോക്കിയാൽ പാപി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? പാപി എന്ന് പറഞ്ഞാൽ സാറേ ജീവനില്ലെന്നാണ്, നിങ്ങൾ മരിച്ചവരാണ്, നിങ്ങൾ ശവമാണെന്നല്ല, ദൈവസന്നിധി നിങ്ങൾ ശവമാണെന്ന് എൻ്റെ അർത്ഥം. ഞാനും ആയിരുന്നു, ഇപ്പോൾ ഞാൻ ജീവൻ പ്രാപിച്ചു. ഇതിന്റെ ഭയങ്കരത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സാറിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? കാരണം നമ്മുടെ മുമ്പിൽ ഒരു മരണമുണ്ട്, ഇല്ലെങ്കിൽ ഇതിന് ആവശ്യമില്ല. അപ്പൊ ജഡത്തിൽ ജനിച്ച ജഡമാണെന്ന് വെച്ചാൽ ആദമിൽ ജനിച്ച എല്ലാവരും എന്താണ്? ദൈവത്തിന് മുമ്പിൽ മരിച്ചവരാ. നമുക്ക് സ്വർഗത്തിൽ പങ്കു ഓഹരി